ഹായ്, വെൽക്കം ബാക്ക് ചാനൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? എൻ്റെ മോളെ ഇന്ന് സ്കൂൾ തുടങ്ങിയാണ്. അപ്പം ഞാനിന്ന് മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഓഫീസിൽ പോകും. അപ്പോൾ ഉച്ചക്കാണ് വാന്. ഇന്ന് ഉച്ചക്ക് വരെ ക്ലാസ്. അപ്പോൾ ഇന്ന് ഉച്ചക്കേ ഉണ്ടാവും വാൻ. രാവിലെ ആദ്യമായതുകൊണ്ട് രാവിലെ വാനില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുന്ന് സ്കൂളിൽ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ലോട്ടയിൽ പോവണം. മഴ വന്ന് റോഡൊക്കെ വെള്ളത്ത് പോയി കേട്ടോ. ഇപ്പം എൻ്റെ വീഡിയോ കാണാം. നമ്മൾ സ്കൂളിൽ പോകാൻ ഒരിക്കത്തില്ലാണ് കേട്ടോ. സ്കൂൾ ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് തലേദിവസം ഒന്ന് ഓപ്പൺ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചതാണ്. പുതിയ ബാഗും ബോക്സും പിന്നെ ടിഫിൻ ബോക്സും ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വാങ്ങാൻ നിന്നില്ല. പിന്നെ കളർ ബോക്സും പിന്നെ 5th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇനി പെന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് 4th സ്റ്റാൻഡേർഡ് വരെ പെൻസിലായിരുന്നു. അപ്പോൾ എനിക്ക് താല്പര്യം നമുക്ക് പെണ്ണെഴുതും പെണ്ണാവ് വാങ്ങിക്കും. 5th സ്റ്റാൻഡേർഡ് മുതൽ പെന്നാണ്. പിന്നെ ബോട്ടിൽ ഞാനിപ്പോൾ സാധാരണ ഒരു ബോട്ടിൽ വാങ്ങിയത് ഒന്ന് കാണിക്കുമ്പോൾ സാധാരണ ബോട്ടിലാണ് വാങ്ങിയത്. അപ്പോൾ നല്ലത് വാങ്ങണം. അപ്പോൾ സ്കൂൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയത് ബോട്ടിൽ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ബാഗും അങ്ങനെ ബോക്സും പിന്നെ ഒരു ബോക്സ് വാങ്ങാനുണ്ട് കേട്ടോ. അങ്ങനെ മറ്റേ നമുക്കിപ്പോൾ 5th സ്റ്റാൻഡേർഡിനാകുമ്പോൾ പിന്നെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് എന്തായാലും വാങ്ങിക്കാനുണ്ട് കേട്ടോ. ഇത് സാധാരണ മെത്തഡിൽ ആക്കി വെച്ചിട്ടോ. പിന്നെ പുസ്തകം 4 വാങ്ങിക്കണം. അങ്ങനത്തെ ചെറിയ വിശേഷമാണ് കേട്ടോ ഇന്ന് എൻ്റെ സ്കൂളിൻ്റെ ഇതായിട്ട് വന്നിട്ടുള്ളത്. ഇത് തലേദിവസമാണ് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ. ദോശ ഉണ്ടാക്കാൻ ദോശ ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് മൂക്കിക്ക് ചുവയുള്ള പാലാണ്. പിന്നെ സ്കൂളിൽ നിന്ന് പോകാനുണ്ട്. സ്കൂളിൽ ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് വേണം. പിന്നെ സ്നാക്സ് ഇപ്പോൾ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കൊണ്ടുപോകണ്ട, വെച്ചാൽ ഉച്ചവരെ ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകണ്ട. ദോശ റെഡിയായിട്ടുണ്ട്. ചെറിയ ദോശ ചട്ടിയാണ് കേട്ടോ. വലുതുണ്ട്, പക്ഷെ നമുക്ക് ഇതിലാണ് നല്ല ദോശ ഉണ്ടാക്കുന്നത് ബെറ്റർ ആവുന്നത്. പിന്നെ എനിക്ക് ഇതിൽ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രി പരിപ്പ് ഉണ്ടാക്കിയതാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു സൈഡ് മഴ പിടിച്ചിട്ടുണ്ട്, ഒരു സൈഡ് കാണുന്നില്ല. മഴ പിടിച്ചിട്ടുണ്ട്. ടവറൊക്കെ കാണും. ഇപ്പോൾ ടവർ കാണുന്നുണ്ട്. അവിടെ മഴ പിടിച്ചിട്ടുണ്ട്. എന്തായാലും മഴ പെയ്യും തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ദോശ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ചൂടാക്കിയിട്ട് ചട്ടിയിൽ നല്ല ചൂടാക്കി നമുക്ക് നല്ല ദോശ ഒന്ന് പെട്ടെന്ന് അളിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് എടുത്തു ഞാൻ വേഗം എടുത്തു. നിങ്ങൾക്ക് കാഞ്ഞളൊക്കെ അത്ര ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ദോശ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നെല്ലാവരും പാരൻസിനെ കൊണ്ടുപോകല്ലേ. എല്ലാവരും അവരറിയാൻ വേണ്ടി
വാനുള്ള മൊത്തം തിരക്കുണ്ടാവും. സ്കൂളിലെത്തിയാട്ടെ ഇന്നലെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ എല്ലാ പാരൻസ് രാവിലെ കുട്ടികളെ കൊണ്ടാകാനൊക്കെ ഞാൻ പുതിയ അഡ്മിഷനൊക്കെ ഉണ്ടാവും. ഇതെപ്പോഴും ക്ലാസ് ആദ്യം തുടങ്ങി വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ് മേലെ നിന്ന് ഓട്ടോ പിടിച്ച് അവർ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇവരെ വിഷയിൽ കൂട്ടിക്കൊണ്ട് വന്നത് വിചാരിച്ചാൽ അത്രയും ബ്ലോക്കായിരുന്നു. അപ്പം എനിക്കൊന്നും തോന്നി ഞാൻ നടന്ന് പോകായിരുന്നു പകുതി സ്ഥലത്ത്. എന്നാലും എന്ത് പറ്റും, നടന്ന് പോകാൻ പറ്റില്ല, കാഴ്ചയായിട്ട് ഇരിക്കല്ലേ ഓട്ടോ. അങ്ങനെ സ്കൂളിലെത്തിയേട്ടാ. അപ്പോൾ സ്കൂളിലെത്തിയപ്പോൾ LKG-ൻ്റെ UKG-ക്ക് ഇന്നല്ല, അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഡമ്മി ഡോളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രവേശനമാണെന്ന് പുസ്തകമൊക്കെ കിട്ടിയേട്ടാ. നോട്ട്ബുക്ക് കിട്ടിയില്ല. നോട്ട്ബുക്ക് നാളെ മറ്റോ കൊടുക്കാൻ പറ്റും. നോട്ട്ബുക്ക് സ്കൂളിൽ തന്നെയാട്ടോ പേരിൽ വെച്ച നോട്ട്ബുക്ക്. ബോർഡിലൊന്നും നോട്ട്ബുക്കിൽ ബോർഡിനകത്ത് പേരെല്ലാം ഉണ്ടാവും, സ്കൂൾ നെയിമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ബുക്കാണ് കേട്ടോ. ബുക്കൊക്കെ കിട്ടി. എന്താണ് മാത്സ് ബുക്കാണ്, മാത്സാണ്, ഇത് അറബിക്കാണ്, CBSE ഉണ്ട് കേട്ടോ. ഇത് ഹിന്ദിയാണ്, ഹിന്ദിയാണ്. ഇതാണ് ഇത് EVS ആണ്. കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. കഴിഞ്ഞ 4th ഭയങ്കര ടഫായിരുന്നു. ഇത് കമ്പ്യൂട്ടർ IT ആണ്. 5th സ്റ്റാൻഡേർഡിൽ കേട്ടോ. ഇത് കർവീസാണ്. ഇതാണ് ഇതിൻ്റെ നമുക്ക് ഓക്സ്ഫോർഡ് മാല പാലിന് എന്താണെന്നാണ് അതിൻ്റെ ഇംഗ്ലീഷാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ററാക്റ്റീവ് കോഴ്സിന് ഇംഗ്ലീഷിനുണ്ട്. ഇത് ഇംഗ്ലീഷാണ് കേട്ടോ. സെക്കൻഡ് പാർട്ടായിട്ട് ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഒരു ഏകദേശം ഓണം കഴിയും വരെ ഈ ദിവസം ഉണ്ടാവും. ഓണം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പാർട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഏകദേശം ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഒരു പുസ്തകത്തിന് ഫുൾ എക്സാം നടത്തും അവർ. എന്നിട്ട് വേണ്ട സെക്കൻഡ് പാർട്ട് കൊടുക്കട്ടെ. പിന്നെ ഇത് കളർ ഡ്രോയിങ്, കളർ ക്രാഫ്റ്റാണ്. പിന്നെ ഒരു മലയാളം ബുക്ക് കിട്ടാനുണ്ട് കേട്ടോ. അത് കിട്ടിയില്ല അവർക്ക്. എന്താണ് ഇത് മലയാളം പോകുമ്പോൾ ഞാൻ എന്നിട്ട് അവർക്ക് നോക്കിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇത് മലയാളത്തിൻ്റെ കോപ്പിയാണ് കേട്ടോ. ഇത് എന്താണ്, ഇത് ഹിന്ദീൻ്റെ കോപ്പിയാണ്. പിന്നെ ഹിന്ദി ഗവൺമെൻറ് അങ്ങനെ പുസ്തകം നോട്ട്ബുക്ക് കിട്ടാനുണ്ട്, ബൈൻഡ് വെക്കാനുണ്ട്, നോട്ട്ബുക്ക് കിട്ടാനുണ്ട്. നോട്ട്ബുക്കൊക്കെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ. നോട്ട്ബുക്കിനെല്ലാം കൂടി ഇടുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. ഏകദേശം 5000 അടുത്ത് പുസ്തകത്തിന് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു വർക്ക് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ വർക്ക് തന്നത് പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി എനിക്കാണെങ്കിൽ ഇവർക്ക് പഠിത്തം കാര്യങ്ങൾ അതന്നെ റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി പോയാൽ ഇങ്ങനെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ വൈകുന്നേരം പോയിട്ട് പഠിപ്പിക്കണമല്ലോ പിന്നെ ഇങ്ങനെ വിചാരിക്കും. ടെൻഷൻ ഉണ്ടാവും. ഇവക്കാണെങ്കിൽ മന്ത്ലി എക്സാം ഉണ്ടാവും കേട്ടോ. നല്ലൊരു കാര്യമാണ് കുട്ടികൾ. എനിക്ക് വേറെന്തല്ല, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നത് അത്രേ ഉള്ളൂ. മലയാളം പിന്നെ എന്തായാലും എക്സ്പോർട്ട് ആവുമല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ വിശേഷങ്ങളാണ് എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ ചെറിയ വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ പരമാവധി എല്ലാം ലൈക്ക് ചെയ്യും. പരമാവധി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. അത് പുതിയതായി വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ വരാം. താങ്ക് യു.